കണ്ണൂർ പാലത്തായി പീഡനക്കേസിൽ ബി.ജെ.പി. നേതാവും അധ്യാപകനുമായ കെ പത്മരാജൻ കുറ്റക്കാരനെന്ന് തലശ്ശേരി അതിവേഗ പോക്സോ കോടതി. ശിക്ഷാവിധി ശനിയാഴ്ച പ്രഖ്യാപിക്കും. ബലാത്സംഗം, പോക്സോ വകുപ്പുകൾ നിലനിൽക്കുമെന്ന് കോടതി കണ്ടെത്തി. 2020 ഫെബ്രുവരിയിൽ വിദ്യാർത്ഥിനിയെ അധ്യാപകൻ പീഡിപ്പിച്ച കേസിലാണ് വിധി. അന്വേഷണം അട്ടിമറിച്ചു എന്നുൾപ്പെടെ ഏറെ രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടായ കേസുകൂടിയാണ് പാലത്തായിയിലേത്. അധ്യാപകനും ബി.ജെ.പി. നേതാവുമായ കുനിയിൽ പത്മരാജൻ സ്കൂളിലെ 10 വയസ്സുകാരിയായ വിദ്യാർത്ഥിനിയെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നായിരുന്നു പരാതി. 2020 മാർച്ച് 16 തലശ്ശേരി ഡിവൈഎസ്പിക്ക് കുട്ടിയുടെ ഉമ്മ പരാതി നൽകിയതോടെയാണ് കേസിന്റെ തുടക്കം. പെൺകുട്ടിയെ സ്കൂളിലെ ശുചിമുറിയിൽ വച്ചും മറ്റൊരു വീട്ടിൽ വച്ചും ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നായിരുന്നു പരാതി. പ്രതിക്ക് പരമാവധി ശിക്ഷ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ശിശുദിനത്തിൽ അതിജീവിതയ്ക്ക് നീതി ലഭിച്ചുവെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ PM ഭാസുരി പറഞ്ഞു. അന്വേഷണത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അന്നത്തെ പ്രോസിക്യൂഷൻ കൃത്യമായ രീതിയിൽ ഈ ഒരു കേസിൽ ഇടപെടുകയും നല്ല രീതിയിലുള്ള അന്വേഷണം നടത്തുകയും പോക്സോ ആക്ട് പ്രകാരമുള്ള അന്തിമ റിപ്പോർട്ട് കോടതിയിൽ വരികയും അതിന് കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബുദ്ധിമുട്ട് ആ കുഞ്ഞിന് സഹിച്ചിട്ടുണ്ട്. അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ നീതിയാണ് ഇത് എന്നാണ് ഈ ഒരു ജഡ്ജ്മെന്റിനെ പറ്റി പറയാനുള്ളത്. വിധി നിരാശാജനകമെന്ന് പ്രതിഭാഗം പ്രതികരിച്ചു. വിധി പകർപ്പ് ലഭിച്ച ശേഷം മേൽക്കോടതിയെ സമീപിക്കുമെന്ന് അഭിഭാഷകൻ P. പ്രേമരാജൻ പറഞ്ഞു. അവസാനം കേസ് അന്വേഷിച്ച ഡിവൈഎസ്പി രത്നകുമാർ കേസ് അട്ടിമറിച്ചെന്നും വ്യാജ തെളിവുകൾ ഉണ്ടാക്കിയെന്നും പ്രതിഭാഗം അഭിഭാഷകൻ ആരോപിച്ചു. ആദ്യത്തെ ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച് കണ്ടെത്തിയത് ഈ കേസിൽ ആരോപിക്കുന്ന രീതിയിലുള്ള ആരോപണം തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നും ശാസ്ത്രീയ തെളിവുകളും മറ്റ് തെളിവുകളും പ്രോസിക്യൂട്ടറിക്സിൻ്റെ അതിജീവിതയുടെ ആരോപണങ്ങൾക്ക് എതിരാണെന്നാണ്. ഒരുപാട് രാഷ്ട്രീയ ഇടപെടലുകൾ പ്രതിഷേധങ്ങളും നടന്ന ഒരു കേസാണിത്. ഇത്തരത്തിൽ ഞാൻ പറയാൻ കാരണം ഈ അന്വേഷണ സംഘത്തിന് ഒട്ടടങ്കം മാറ്റി ഈ പുതിയ ലോക്കൽ പോലീസിനെ അന്വേഷണം ഏൽപ്പിക്കുകയും അവർ ഇതിൽ കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു ചെയ്തത്. ആദ്യം പാഞ്ഞൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പരാതി വ്യാജമാണെന്നായിരുന്നു കണ്ടെത്തൽ. പ്രതിഷേധമുയർന്നതോടെ പോക്സോ വകുപ്പ് ചുമത്തി കേസെടുത്തു. പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ പരാതിയെ തുടർന്ന് കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടിരുന്നു. കുറ്റപത്രം വൈകിയതുൾപ്പെടെ വീണ്ടും പരാതി ഉയർന്നതോടെ നാർക്കോട്ടിക് സെൽ ASP ആയിരുന്ന രേഷ്മ രമേശ്, അന്നത്തെ DIG H. ശ്രീജിത്ത്, R. ശ്രീലേഖ തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥർ അന്വേഷിച്ച കേസ് കൂടിയായിരുന്നു. പ്രതി നിരപരാധിയാണെന്ന് H. ശ്രീജിത്ത് പറയുന്ന ശബ്ദരേഖയും ഇതിനിടയിൽ വിവാദമായി. തളിപ്പറമ്പ് DYSP ആയിരുന്ന TK രത്നകുമാറാണ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത്. പീഡന പരാതിക്ക് പിന്നിൽ SDPI യും ജമാഅത്തെ ഇസ്ലാമിയുമാണെന്ന് BJP ആരോപിച്ചിരുന്നു. ന്യൂസ് മലയാളം, കണ്ണൂർ.